നമുക്കറിയാം വിനായകൻ മലയാള സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമുക്ക് തന്നിട്ടുള്ള ഒരു നടനാണ്. സിനിമയിലുള്ള ഒരു പാഷൻ കാരണം ഗവൺമെന്റ് ജോലിയൊക്കെ ഉപേക്ഷിച്ച് വർഷങ്ങളായിട്ട് ചെറിയ ചെറിയ റോളൊക്കെ സിനിമയിൽ ചെയ്ത് നിന്ന് ഇപ്പോൾ നായകനായും വില്ലനായും സഹനടനായും കോമഡിയും വില്ലത്തരവും എല്ലാം ഇണങ്ങുന്ന നല്ല കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ള, ഇപ്പൊ മലയാളമൊക്കെ കടന്ന് മറ്റു ഭാഷകളിലേക്കും സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ വില്ലൻ വരെയൊക്കെ ആയിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു സമയമാണ് വിനായകന്റെ. പുതിയ പടങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അതുപോലെ വിനായകനെ കുറിച്ച് ഒരു നടൻ എന്ന നിലയിൽ നമുക്ക് ആർക്കും മോശം പറയാൻ പറ്റില്ല. ഏത് തരത്തിലുള്ള വേഷമാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു നടൻ. പക്ഷേ മലയാള സിനിമയിൽ ഇത്രയും മോശം വ്യക്തിത്വമുള്ള ഒരാളുണ്ടോ, ഒരു നടനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറൊരാളെ അറിയില്ല. കഴിഞ്ഞ ദിവസം വിനായകൻ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റിന്റെ താഴെ ഈ ആസിഫ് അലി ആയിട്ട് ബന്ധപ്പെട്ട് ആസിഫ് അലിയും രമേശ് നാരായണനും തമ്മിലുണ്ടായ ഒരു വിഷയം, ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമന്റ് ഒരാൾ പോസ്റ്റ് ചെയ്തു. അതിന് മറുപടി കൊടുത്തിരിക്കുന്ന മറുപടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര അസഭ്യമായിട്ടുള്ള ഒരു ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിന് പോസിറ്റീവായിട്ട് റെസ്പോൺസ് ഉണ്ടാവാം, നെഗറ്റീവായിട്ട് റെസ്പോൺസ് ഉണ്ടാവാം. നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസ് അല്ലെങ്കിൽ ക്രിറ്റിസിസം ഫേസ് ചെയ്യാൻ കഴിവില്ലാത്തവന്മാര് ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കാൻ ശ്രമിക്കരുത്. ഒരു പോസ്റ്റിന് ഒരു താഴെ ഒരു കമന്റ് വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും റിപ്ലൈ കൊടുക്കാൻ, അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആണെങ്കിൽ അവഗണിച്ച് പോവാൻ എല്ലാം ഉള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പൊ അതിനകത്ത് ഇതേപോലെ പ്രകോപിതനായിട്ട് ഈ രീതിയിലുള്ള വൃത്തികേട് എഴുതി തള്ളാനാണെങ്കിൽ ഇത് ഇവനെ പോലുള്ളവന്മാരെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഇവന്റെ ധൈര്യം. അതായത് ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇയാള് അത്യാവശ്യം മദ്യവും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ട്രിപ്പിങ്ങിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഈ രീതിയിലുള്ള റിപ്ലൈ പടച്ചു വിടുന്നത്. ഇതിന് സപ്പോർട്ട് ചെയ്തു വരുന്ന ആൾക്കാരെ ഇന്നലെ തന്നെ ഞാൻ കണ്ടിരുന്നു. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ചൊറിഞ്ഞവന് വ്യക്തമായ മറുപടി കൊടുത്തു വിനായകൻ എന്നും പറഞ്ഞ് ഈ റിപ്ലൈ ഞാൻ കാണിച്ച ഇതേ സ്ക്രീൻഷോട്ടിന് മാസ് BGM ഒക്കെ തിരികെ കയറ്റി സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്നവന്മാരുടെ ബോധം എന്താണ്? ഇവനേക്കാ അപ്പുറമായിരിക്കും ഈ വീഡിയോ ഇട്ടവന്മാരുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും, അതായത് ഇവനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ആൾക്കാരെല്ലാം വിനായകൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ടാണോ നിങ്ങൾക്ക് വിനായകനോട് ഇത്ര അവഗണന, അത്ര ദേഷ്യം എന്നൊക്കെ ചോദിച്ചിട്ടാണ് സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. നമ്മളാരും സിനിമാക്കാരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സിനിമാ നടന്മാരെ നടിമാരെ സ്നേഹിക്കുകയോ ആരാധിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ജാതി നോക്കിയിട്ടല്ല. ജാതി നോക്കിയിട്ടാണ് എങ്കിൽ നമുക്ക് മലയാളികൾക്ക് ഹെയ്റ്റേഴ്സ് ഇല്ലാത്ത ഒരു നടൻ എന്ന് പറയാം കലാഭവൻ മണി മരിച്ചിട്ട് ഇത്ര നാളായി, മണിച്ചേട്ടൻ മരിച്ചിട്ട് ഇത്ര നാളായി. ഇപ്പോഴും അദ്ദേഹത്തിന്റെ പാട്ടുകളും അഭിനയവും പഴയ സിനിമകളും എല്ലാം അദ്ദേഹം ചെയ്തിട്ടുള്ള സ്റ്റേജ് പെർഫോമൻസും എല്ലാം എത്രയോ തവണ ഇരുന്ന് റിപ്പീറ്റ് അടിച്ച് കാണുന്ന ആൾക്കാരാണ് മലയാളികൾ. മണിച്ചേട്ടനെ നമ്മൾ സ്നേഹിച്ചിരുന്നത് ജാതി നോക്കിയിട്ടാണോ? അതുപോലെ ഏതെങ്കിലും ഇപ്പം ബാക്കി പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജാതി നോക്കിയിട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ജാതിയാണോ? അല്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നവന്മാരുടെ ഒരു ടെംപ്ലേറ്റ് മാത്രമാണ് ഈ ജാതി എന്ന് പറയുന്നത്. ഈ ജാതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കൂടുതലൊന്നും പറയാൻ പോവില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇതിനകത്ത് ഇത്രയും വൃത്തികെട്ട വിഷയത്തിൽ പോലും വിനായകനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ആൾക്കാര് ഈ വിനായകൻ ഇതേപോലെ വീണ്ടും ഇതേപോലുള്ള റിപ്ലൈയും അല്ലെങ്കിൽ ഇതേപോലെ പോസ്റ്റുകളും ഒക്കെ ആയിട്ട് ഇതിന്റെ ന്യായീകരണ പോസ്റ്റ് വരും ഉറപ്പായിട്ടും. അതൊക്കെ ആയിട്ട് വരാനും വീണ്ടും ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാണിക്കാനും മുമ്പ് ഒരുപാട് കാണിച്ചിട്ടുണ്ട്. വീണ്ടും കാണിക്കാനും എല്ലാം കാരണം ഈ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. മലയാള സിനിമയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന നടന്മാരുടെ അഭിനേതാക്കളുടെ ഒരുപാട് സംഘടനകളുണ്ട്. അതിൽ നമ്മുടെ ലാലേട്ടൻ പ്രസിഡന്റൊക്കെ ആയിട്ടിരിക്കുന്ന വളരെ വലിയൊരു സംഘടനയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സംഘടനയുടെ ഭാഗത്ത് നിന്നും ഇതുപോലെയുള്ള ആക്റ്റീവായിട്ട് നിൽക്കുന്ന നടന്മാരുടെ ഇതുപോലുള്ള ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ ഒരു സംഘടനയ്ക്കും അനുവാദമില്ല. എങ്കിൽ കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിനുള്ള എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്നും അത് ഉണ്ടാവണം. കൃത്യമായിട്ടുള്ള താക്കീതുകൾ ഉണ്ടാവണം. ഇപ്പം കുറെ പണവും ആവശ്യത്തിന് ലഹരിയും സപ്പോർട്ട് ചെയ്യാൻ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എന്ത് തോന്നിവാസവും കാണിക്കാം എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഈ കാലങ്ങളായിട്ട് ഇയാളുടെ ഭാഗത്തുനിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കണേ.